ബ്രേക്കിന് ശേഷം വീണ്ടും ഒരു പടം ചെയ്തത് വിഷുവിനായിട്ട് അന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ അതിൻ്റെ സക്സസ് പാർട്ടിയും അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പഴയ ആൾക്കാരെ മറക്കാൻ പറ്റില്ല. പറ്റിയത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും അതിലൊരു കോൺഫിഡൻസ് കിട്ടിയതും സത്യത്തിൻ്റെ ഷോർട്ട് ഫിലിമിലൂടെയാണ്. സത്യത്തിൻ്റെ ഫിലിം ഷോയിൽ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം സട്ടിൽ കോമഡിയൊക്കെ ഒരുപാട് ചെയ്തിട്ടില്ലാവുക. അതുപോലെ തന്നെ സിറ്റുവേഷണൽ കോമഡി സത്യത്തിൻ്റെ ഫിലിം ചെയ്യുന്ന ആളാണ് ഞാൻ. സത്യ ഗുരുവിനെ പഠിക്കാതെ സമയത്ത് നിങ്ങളൊരു കൂടിയിരിക്കുമ്പോൾ കൊറോണയിൽ പുറത്തോടെ പോകാൻ പറ്റത്തില്ല. എൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ വിവാഹത്തിന് വല്ല കുട്ടികളില്ല. അതുപോലെ തന്നെ ഗുരുമാരിൽ തിരുമുൽക്കാഴ്ച എന്ന് പറഞ്ഞ പടത്തിന്റെ ത്രെഡ് ഗിരിച്ചേട്ടൻ്റെ വീട്ടിലാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം ഗിരിച്ചേട്ടൻ്റെ വീട്ടിൽ രാത്രി കൂടി. ശരിയാണ്. ആദ്യമായിട്ട് ആൾക്ക് നിൽക്കുന്നില്ല സ്ഥിതികളൊക്കെ. കാരണം കൂടെ ഉള്ളവർക്ക് അവരുടെ കഴിവുകൾ നോക്കി അതിലേക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഈ പറഞ്ഞ എല്ലാ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചൊന്നും അല്ല. പുള്ളി വർഷങ്ങളായിട്ട് മനസ്സിൽ പല പല പരിപാടികൾ ബാക്കി ചെയ്തു. ആ ടൈപ്പാണോ ഇത് വളരെ സർപ്രൈസാണ്. കാരണം ഇങ്ങനെ ഒരു മൊമെൻറ്റോ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. അതൊരു ഷൂട്ടിങ്ങിന് ഒരു വീഡിയോ കൊടുക്കാനൊക്കെ ഒരു മൊമെൻറ്റോ തരികയെന്നൊക്കെ പറഞ്ഞാൽ 4 വർഷത്തെ ഒരു ഗ്യാപ്പ് ഇപ്പോഴും പറയുന്നതാണ്. നല്ലൊരു കലാകാരനാണ്, ഒരിക്കലും ഇങ്ങനെ ഒരു ഗ്യാപ്പ് പാടില്ല. സർപ്രൈസാണ്. 100 വട്ടം കട്ട് ചെയ്യാൻ പറഞ്ഞത് പ്രവീണേട്ടൻ നമ്മുടെ കൈനീട്ടുന്ന ചിത്രത്തിൽ ഒരുപാട് തന്നെ എല്ലാ പടവും തൊത്തി എഡിറ്റ് ചെയ്ത് രാത്രി ഓർക്കം കളഞ്ഞ് അല്ലേ എൻ്റെ പ്രിയപ്പെട്ട ദർശന വിജയകരമായി എന്നതിൽ അതിൽ കൂടി ഒരു സന്തോഷം. സത്യൻ്റെ കൂടെ ആദ്യമായിട്ടാണ് സഹരി. എല്ലാവിധ സപ്പോർട്ടും സാരംഗ് ഇത് ഏറ്റുപോയി. വീഡിയോ സ്റ്റാച്ചുവിന് ഞങ്ങളുടെ സ്നേഹം